ഹലോ, അപ്പോൾ ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒച്ച ഇല്ല, പനിയാണ്, അതിൻ്റെ ആയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ അത്ഭുതകരമായി ഞാൻ കുളിച്ചു. രാവിലെ ഞാനങ്ങനെ ഹെയർ വാഷ് ചെയ്യാറേ ഇല്ല, പക്ഷേ ഇന്ന് ഞാൻ തലയൊക്കെ നനച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. ചപ്പാത്തിയും പിന്നെ ഈ ഒരു ചെമ്മീൻ റോസ്റ്റും പിന്നെ ഒരു കലം ചായയും കുടിച്ചിട്ട് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മളിന്ന് ഷോപ്പിങ്ങിന് പോവാണ്. അങ്ങനെ നേരെ നമ്മൾ അമ്പലപ്പുഴയിൽ ചെന്നിട്ട് അവിടുന്ന് ഫ്രണ്ടിന് ബാങ്കിൽ കയറണം. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പോകണം. അപ്പം നമ്മൾ നല്ല ഹരിതാഭയും പച്ചപ്പുള്ള സ്ഥലത്തൂടെ നടന്നത് അമ്പലപ്പുഴ അമ്പലത്തിനവിടെ ചെന്ന് എന്നിട്ട് അമ്പലത്തിലൊക്കെ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ പോകാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണാം. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത് നേട് വിടുകയാണ്, നേട് വിടുകയാണ്. ഹോസ്റ്റലിൽ പോകുന്ന സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ചെറുക്കന് ചിലവ് വേണമെന്ന് പറഞ്ഞാൽ ചെറുക്കന് നാരങ്ങ വെള്ളത്തിൽ ഒതുക്കി ഞാൻ പറ്റിച്ചിട്ട് നമ്മൾ നേരെ റിലയൻസിൽ വന്ന്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടും കൂടി ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ അവൾ വരുന്നത് വരെ അവൾ വന്നിട്ട് നമ്മളെല്ലാം മേടിക്കത്തുള്ളൂ, ഇല്ലേ കൊച്ചു കൊല്ലും. അതുകൊണ്ട് അവൾ വരുന്നവരെ നമ്മൾ അവിടെ പരതി കിടന്ന് ഒരുമാതിരി ബാമ്പു ബോയ്സൊക്കെ ആ വീടിനകത്ത് കയറിയ അവസ്ഥയാണ്. അത് കണക്ക് എന്തൊക്കെ എടുക്കണം എന്തൊക്കെ എടുക്കണ്ടെന്ന് പോലും എത്തില്ല. കാണുന്നതൊക്കെ വലിച്ചെടുക്കുക, എന്ത് കണ്ടാലും അങ്ങ് അപ്പടി അത്ഭുതം. അയ്യോ അത് കണ്ട ഇത് കണ്ട, സെയിം ബാമ്പു ബോയ്സ് ആയിരുന്നു അതിനകത്ത് ഇടുന്നത്. ഇപ്പം ഞങ്ങൾ എവിടെ പോയാലും അങ്ങനെ തന്നെയാണ്. ഡ്രസ്സൊക്കെ നോക്കി, കുറേ ഓഫറുള്ള ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്തേ പട്ടിഷോ എടുത്ത് ഡ്രസ്സൊക്കെ നോക്കി കിടക്കണം. ഈ ഡ്രസ്സൊക്കെ നോക്കി, പക്ഷേ ഞാൻ എടുത്തില്ല. ഇവിടുന്ന് ഒരു ഡ്രസ്സ് പോലും ഞാൻ എടുത്തില്ല. പക്ഷേ കുറേ ഡ്രസ്സൊക്കെ നോക്കി, ട്രയൽ ചെയ്തൊക്കെ നോക്കി, പക്ഷേ എടുത്തില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആ ഒരു ക്രീമിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് പോയി, കോസ്മെറ്റിക്സ് ഐറ്റംസിലേക്ക് പോയി. അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ എൻ്റെ പൊന്നെ എന്തൊക്കെ എല്ലാം വാരി എടുക്കാൻ തോന്നി. പിന്നെ നമ്മൾ വെറുതെ ദരിദ്രരായതുകൊണ്ട് ദരിദ്രയ്ക്ക് താഴെയേണ്ട അതൊന്നും എടുത്തില്ല. അങ്ങനെ ഞാൻ നടന്നു പോയപ്പോഴാണ് ഞാൻ ഒരു സ്റ്റെക്കായത്. അവിടെ കുറേ ലേസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മേടിക്കണമെന്ന് വെച്ചാണ്. പിന്നെ നമുക്ക് ഫുൾ എന്നുവെച്ചാൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒട്ടും സമയമില്ലായിരുന്നു, അതുകൊണ്ടൊന്നും മേടിച്ചില്ല. അപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട് താഴെ വന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു എനർജിക്ക് വേണ്ടി ഫുഡ് കഴിച്ചിട്ട് തരാമെന്ന്. ഫുഡ് കഴിച്ചിട്ട് തരലിൽ നന്നിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, സത്യ വേണമല്ലോ. അങ്ങനെ സത്യക്ക് വേണ്ടി നേരെ പോയിട്ട് ഞങ്ങൾ ചിക്കൻ കയറി. അവർക്കൊന്നും വേണമെന്ന് പറയുള്ളൂ. ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നാൽ നമ്മൾ ബർഗറും റോളൊക്കെ കഴിച്ചിട്ട് നേരെ ഉന്തുവണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി. ലൈസൻസ് ഒന്നും ഇല്ല എങ്കിൽ ഈ വണ്ടിയൊക്കെ ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനൊരു പ്രോ ആയതുകൊണ്ട് ഞാൻ അവിടെ ഫുൾ ഓടിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച്. ഈ ഒരു യെല്ലോ കളറിലെ കുർത്തനായി എടുത്തായിരുന്നു, പക്ഷേ ഞാൻ ബില്ലടിക്കുന്നതിന് മുമ്പ് മാറ്റി. എനിക്കൊരു മനംമാറ്റം വന്നത് വേണ്ടാന്ന്. പിന്നെ അവിടെ നമ്മൾ നേരെ സ്റ്റുഡിയോ പോയിട്ട് ഫസ്റ്റ് ആണ് ചെരുപ്പൊക്കെ ഇട നോക്കിയത്. പിന്നെ ഈ ഒരു പച്ച കളറിലെ ഈ ഒരു ടോപ്പ് നോക്കി, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഇത്, പക്ഷെ ഞാൻ എടുത്തില്ല. പിന്നെ അവിടെയൊക്കെ ഊട്ടുള്ള ഇത് നോക്കി, ഇതെനിക്ക് അപ്പം ഇഷ്ടപ്പെട്ടില്ല. ഇപ്പം എനിക്ക് വീഡിയോ നോക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ചിലപ്പോൾ വീഡിയോ ആയതുണ്ട്. പക്ഷേ ഈ ഷർട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതിനകത്ത് 1-2 പേർ കൂടെ കയറാം, പക്ഷേ ലൂസ് ആയതുകൊണ്ടല്ലോ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇട്ടിട്ട് ചേരാത്ത പോലെ തോന്നി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ SME പോയിട്ട് അവിടെ നിന്ന് കുറേ ടോപ്പ് നോക്കി. സ്റ്റുഡിയോ കയറിയിട്ട് എന്തൊക്കെയോ മേടിച്ച് മറന്നുപോയി. കുറേ സ്ഥലത്ത് കയറി. പിന്നെ അവിടെ നമ്മൾ വേറെ കുറേ ലേഡീസ് സ്റ്റോറിൽ പോയി. അവിടെ നമ്മൾ ഈസി ബൈ പോയി ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നും കുറേ ടോപ്പൊക്കെ നോക്കി, ജീൻസൊക്കെ നോക്കി. പിന്നെ ബാഗൊക്കെ നോക്കി, ചോടെ അടിപൊളി ബാഗ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറൊരു ഫ്രണ്ടും കൂട്ടി പിന്നെ ഷോപ്പിങ്ങിന് ഇറങ്ങി. ഫസ്റ്റ് നമ്മൾ ട്രെൻഡ്സിൽ വന്നപ്പോഴേക്കും കുറേ ഡ്രസ്സൊക്കെ നോക്കി ഇഷ്ടപ്പെട്ട്. ചിലതിനൊക്കെ കുറച്ചല്ല നല്ല അധികം എക്സ്പെൻസീവ് ആയിരിക്കും ട്രെൻഡ്സ്, പക്ഷേ ഞാൻ ഉദ്ദേശം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ബാഗ് മേടിക്കാൻ പോയി, പാത്രം മേടിച്ചു. SME കയറിയാനിടയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വീണ്ടും നമ്മൾ പാത്രം മേടിച്ചു. ഈ പാത്രമായിട്ട് ഞാൻ മേടിച്ചു. നമ്മൾ ഇടയ്ക്ക് കൈ കഴുകുമ്പോൾ മുഖമൊക്കെ നോക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹോസ്റ്റലിൽ ഇടാനുള്ള ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ നിന്ന് ഓരോ ഹോസ്റ്റലിൽ ഇടാൻ പറ്റിയ ടൈപ്പ് ഡ്രസ്സൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈസി ബൈ പോയി ബാഗ് മേടിച്ചു. തലേ ദിവസം വന്നപ്പോൾ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്ന ബാഗ്, അത് മേടിച്ച് കുറച്ച് നേരം അവിടെ കറങ്ങിയെന്ന്. ഞാൻ ജസ്റ്റ് ഇട്ടൊക്കെ നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് പിന്നെ നമ്മൾ SME പോയി ബെഡ്ഷീറ്റും കുറേ സാധനങ്ങളൊക്കെ മേടിക്കാൻ മറന്നുപോയി. ഓരോ സാധനങ്ങൾ അവിടെ നിൽക്കുമ്പോഴേക്കും ദൈവമേ അത് മേടിച്ചില്ലെന്നില്ല നിൽക്കുന്നത്. പിന്നെയും തുള്ളിക്കളിച്ച് അങ്ങോട്ടേക്കും. അങ്ങനെ 2-3 ദിവസത്തെ ഫുൾ കറക്കമായിരുന്നു. കറങ്ങി വയ്യാണ്ടായി. അങ്ങനെ കിടന്ന് ഷോപ്പ് ചെയ്യുമായിരുന്നു. എന്നിട്ട് വല്ലതും മേടിച്ചോ എന്ന് ചോദിച്ചാൽ ഒന്നും മേടിച്ചില്ല, ഒന്നും മേടിക്കാൻ വേണ്ടി പറ്റില്ല. ഉദ്ദേശിച്ച സാധനമൊന്നും കിട്ടിയതില്ല. പിന്നെ ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ എല്ലാത്തിനും ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ ഇറങ്ങത്തുള്ളൂ, അതുപോലെ തന്നെ സംഭവിച്ചു. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഷേക്ക് കുടിക്കാൻ വേണ്ടി കടയിൽ കയറി. ഈ ഒരു ഷേക്കാണ് എനിക്കിപ്പോൾ ഒച്ചയില്ലാതിരിക്കുന്നത്. ഇവളൊരു വാനില ഷേക്ക് ആയിരുന്നുണ്ടോ മേടിച്ചത്, ഞാൻ പിന്നെ ചോക്ലേറ്റ് ഷേക്കാണ് മേടിച്ചത്. ഒരുമാതിരി കരിഞ്ഞ ചുവയുള്ള, എനിക്കിഷ്ടമാണ് അതൊക്കെ. അങ്ങനെ പിന്നെ അതും കൂടി കുടിച്ചിട്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന ഒരു കഥയൊക്കെ പറഞ്ഞു. ഇനി പോയി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയായിരിക്കും അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ ബാഗും ചെരുപ്പൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് മേടിച്ച അവസാനം ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അച്ഛനെ വിളിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി. കാരണം കുറേ ഉണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്രണ്ടിൻ്റെ വീട് വേറെ സ്ഥലത്ത്, അവളോട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.